ജസ്റ്റ് ഗ്രൗണ്ടിങ്ങിൽ ജസ്റ്റ് ഒന്ന് ഗ്രൗണ്ടിങ് ഗ്രൗണ്ടും അപ്പോൾ പൂനൂർ ഗവൺമെൻറ് ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഓക്കെ, ഒരുപാട് പേര് എത്തിയിട്ടുണ്ട്. 1000-ഓളം പൂർവ്വ വിദ്യാർത്ഥികൾ ഇന്ന് എത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഗമം ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് റൗണ്ട് റൗണ്ടിൻ്റെ അത് നിങ്ങൾ പിടിച്ചായി നിങ്ങൾ ഓക്കെ ഓക്കെ. നിങ്ങൾ ഏത് ബാച്ചിലെ വിദ്യാർത്ഥിയായിരുന്നു? 2002 2003. ഓക്കെ ഓക്കെ ഓക്കെ. താങ്കളുടെ അധ്യാപകൻ്റെ പേരെന്തായിരുന്നു? എൻ്റെ അധ്യാപകൻ്റെ പേര് മുഹമ്മദ് മാസ്റ്റർ. ഓക്കെ ഓക്കെ. ഷേപ്പാല. ഓ, അദ്ദേഹത്തെ ഇപ്പോഴും താങ്കൾ ഓർക്കുന്നു? ഓർക്കുന്നുണ്ട്. ഓക്കെ. ഈ വേദിയിലേക്ക് കടന്നിരുന്നുകൊണ്ട് സഹകരിക്കണമെന്ന് വിനയത്തിന്റെ ഭാഷയിൽ അപേക്ഷിക്കുന്നു. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിൽക്കുന്ന എല്ലാ രജിസ്റ്റർ ചെയ്ത എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളും ഇവിടെ സജ്ജീകരിച്ച പന്തലിൽ കയറിയിരുന്നുകൊണ്ട് സഹകരിക്കണമെന്ന് അറിയിക്കുന്നു. ഈ ഒരു നല്ല അന്തരീക്ഷം ഉണ്ടാകാൻ നമ്മുടെ ഹൈസ്കൂൾ കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ള വസ്തുത നമുക്ക് സ്മരിക്കാതിരിക്കാൻ വയ്യ. ഇപ്പോൾ തന്നെ നമ്മുടെ സ്കൂളിന് നിന്നൊക്കെ ധാരാളം ഫണ്ടുകൾ ജില്ലാ പഞ്ചായത്തിൽ നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂൾ വന്നപ്പോൾ എന്റെ രാഷ്ട്രീയ കൂടിയായിരുന്നു. ആ വിദ്യാർത്ഥി ഇവിടെ പഠിച്ച ആളാണെന്ന് അറിയില്ല. അതെ, നമ്മൾ മനസ്സിലാക്കണം. ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥി മാത്രമല്ല, ഞാനതൊന്ന് വായിച്ചതാണ്. അദ്ദേഹം പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ വേദി ഒരുങ്ങുമ്പോൾ സ്കൂളിൽ ആദ്യത്തെ ലീഡറായതിൻ്റെ ഓർമ്മകൾ പങ്കുവെക്കുകയാണ് TM ബഷീർ. ഒരുപാട് ഓർമ്മകൾ തുളുമ്പി നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ്
നമ്മുടെ ഈ കൂട്ടായ്മ നടക്കുന്നത്. തീർച്ചയായും ഒരു വലിയ പ്രസംഗത്തിലൂടെ ഒട്ടും പ്രസക്തിയില്ല എന്നെനിക്കറിയാം. നമ്മളെല്ലാവരും ഈ വിദ്യാലയത്തിൽ പഠിച്ച ഒരു കാലത്തെ ഓർത്തെടുക്കാൻ ശ്രമിക്കുകയായിരിക്കും ഇപ്പോൾ എന്ന് എനിക്ക് തോന്നുകയാണ്. വളരെ നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും നനവുള്ള ഓർമ്മകളാണ് ഈ വിദ്യാലയത്തിലെ നമ്മുടെ പഠനകാലം എന്നത് എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോൾ വീണ്ടും തികട്ടി വരുന്ന ഓർമ്മയാണ്. പോരാത്ത ഫണ്ടുകൾ സംഭരിക്കുന്നതിന് വേണ്ടി അന്നത്തെ പൂർവ്വ വിദ്യാർത്ഥികളും PTA-യും പ്രത്യേകിച്ച് എൻ്റെ അധ്യാപകൻ കൂടിയായിരുന്ന DC അബ്ദുറഹ്മാൻ സാറിൻ്റെയും അബുമാഷയുടെയൊക്കെ നേതൃത്വത്തിൽ വളരെ സജീവമായി രംഗത്തിറങ്ങുകയും അന്ന് പോരാത്ത ഫണ്ട് നമ്മൾ പൂർവ്വ വിദ്യാർത്ഥികളിൽ നിന്നും നമ്മുടെ രക്ഷിതാക്കളിൽ നിന്നൊക്കെ പിടിച്ചെടുത്താണ് നമ്മൾ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ബാക്കി ഫണ്ട് അന്ന് പൂർത്തീകരിച്ചത്. ഇപ്പോഴും നമ്മുടെ MLA നമ്മുടെ കൂടെയുണ്ട്. വളരെ സജീവമായി അദ്ദേഹം നമുക്ക് ഒരു വലിയ ഫണ്ട്, വലിയ തുക അദ്ദേഹത്തിൻ്റെ എൻ്റെ സ്കൂൾ പരിപാടി എന്ന നിലയിൽ നമുക്ക് തരാൻ തയ്യാറായിട്ടുണ്ട്.